मेरा देश महान है और हम इसे स्वच्छता से और भी ज़्यादा सुंदर बना सकते हैं। मेरा देशवासियों से यही है कि स्वच्छ भारत सुंदर भारत। ഇന്ത്യൻ കായിക ചരിത്രത്തിലെ കറുത്ത ദിനമെന്ന നാളെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ദിവസമാണ് കടന്നുപോയത്. രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി രാജ്യത്തിന് നേടിക്കൊടുത്ത മെഡലുകൾ ഗംഗയിൽ ഒഴുക്കിക്കളയാനെത്തിയ ആ നിമിഷം. വംശീയാധിക്ഷേപത്തിൽ മറന്നുകൊണ്ട് തനിക്ക് കിട്ടിയ ഒളിമ്പിക് മെഡൽ ലിയോ നദിയിൽ ഒഴുക്കിക്കളഞ്ഞ മുഹമ്മദിലിയുടെ ചരിത്രം ഇവിടെ ഇന്ത്യയുടെ മണ്ണിൽ ആവർത്തിക്കുകയാണോ എന്ന് രാജ്യമാകെ സന്ദേഹപ്പെട്ട മണിക്കൂറുകൾ. സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ആയിരങ്ങളാണ് ഗുസ്തി താരങ്ങളോട് മെഡലുകൾ ഉപേക്ഷിക്കരുതെന്ന് അഭ്യർത്ഥിച്ചത്. കർഷക നേതാക്കളുടെ സമ്മർദ്ദത്തിനും അഭ്യർത്ഥനയ്ക്കും വഴങ്ങി ഗുസ്തി താരങ്ങൾ പിന്മാറി. हिफाजत हमारी बेटियां हैं, मान सम्मान की बात है, उनके साथ में ज्यादती हो रही। वे दिल्ली के जंतर मंतर बैठे जिस तरह का परसों उनके साथ में नंगा नाच करा गया, तो ऐसा कौन पूरा भारत नहीं बर्दाश्त करने का से। पूरे भारत में रोष है आज जिस तरह से खींच के वहाँ से उठो। एक आदमी को बचाने के लिए पूरी भारत सरकार लग गई। क्या होगा इसमें? ഉപേക്ഷിക്കാൻ വന്ന മെഡലുകൾ നെഞ്ചോടടക്കി പിടിച്ച് പിന്മാറുമ്പോൾ രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ പറഞ്ഞത് 5 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം പ്രശ്നപരിഹാരമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് തന്നെ മടങ്ങിയെത്തുമെന്നാണ്. സർക്കാരും പോലീസും ഭരണ സംവിധാനങ്ങളും ഒരുക്കിയ അനീതിയുടെ ഗോതയിൽ അപമാനിക്കപ്പെടുന്നത് ഗുസ്തി താരങ്ങൾ മാത്രമല്ല, കായിക താരങ്ങളെ സമ്പത്തായി കരുതുകയും വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ മഹത്തായ കായിക പാരമ്പര്യം കൂടിയാണ്. मान सम्मान को ठेस पहुंचेगी तो ये समाज बर्दाश्त नहीं करे। इसमें कुछ न कुछ निर्णय जो साहब लेंगे, समाज के द्वारा कल आपातकालीन बैठक बुलाई जाएगी सोरम में, उसमें जो भी निर्णय होगा वो संतोषजनक होगा। 5 दिन का समय जो साहब ने लिया उसे पूरा कराया जाएगा। तो समाज की बैठक होगी, अब खापों की बैठक? हाँ, बैठक होगी। कब होगी, कहाँ पर कल होगी? सोरम में। ഒളിമ്പിക്സിൽ ഇന്ത്യ ഇതുവരെ നേടിയ മെഡലുകളിൽ 7 നമ്മുടെ ഗുസ്തി താരങ്ങൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നീതിക്കായി സമരം ചെയ്യുന്ന താരങ്ങൾ നേടിയ പ്രധാന മെഡലുകൾ ഇവയാണ്. 2016 റിയോ ഒളിമ്പിക്സിൽ സാക്ഷി മാലിക് നേടിയ വെങ്കലം, സാക്ഷി തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ നേടിയ സ്വർണവും വെള്ളിയും വെങ്കലവും, ബജ്രംഗ് പൂനിയ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ വെങ്കലം, ലോക ചാമ്പ്യൻഷിപ്പിലെ വെള്ളിയും 3 വെങ്കലവും, ഇതുകൂടാതെ ഏഷ്യൻ ഗെയിംസിൽ നേടിയ 1 സ്വർണവും വെള്ളിയും. ബജ്രംഗ് നേടിയ 2 കോമൺവെൽത്ത് സ്വർണ്ണ മെഡലുകളും കഴിഞ്ഞ ദിവസം ഗംഗയിൽ ഉപേക്ഷിക്കപ്പെട്ടേനെ. സമരം ചെയ്യുന്ന മറ്റൊരു താരമായ വിനേഷ് ഫോഗട്ടിന്റെ സമ്പാദ്യം ലോക ചാമ്പ്യൻഷിപ്പിലെ 2 വെങ്കലവും ഏഷ്യൻ ഗെയിംസിലെ സ്വർണവും 3 കോമൺവെൽത്ത് സ്വർണവുമാണ്. അന്താരാഷ്ട്ര മത്സരവേദികളിൽ ഇന്ത്യൻ പതാക വാനോളം ഉയർത്തിയ നമ്മുടെ ജനഗണമന മുഴക്കിയ താരങ്ങളെയാണ് കലാപകാരികളെന്ന് വിളിച്ച് ഡൽഹി പോലീസ് വലിച്ചിരിച്ചത്.
एक कविता मुझे इस समय याद आ रही है और कविता ये है, जिस दिन जीवन के हानि लाभ पर उतरूंगा, जिस दिन जीवन के हानि लाभ पर उतरूंगा, जिस दिन संघर्षों में जाली लग जाएगी, जिस दिन जीवन की लाचारी मुझ पर तरस दिखाएगी, जिस दिन जीवन की लाचारी मुझ पर तरस दिखाएगी, उस दिन जीवन से मृत्यु कहीं बढ़ जाएगी। ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തലവൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഇതാദ്യമായല്ല ഗുസ്തി താരങ്ങൾ ലൈംഗികാതിക്രമണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. 2022 ഡിസംബറിലാണ് താരങ്ങൾ പരാതിയുമായി ആദ്യം രംഗത്ത് വന്നത്. തുടർന്ന് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരവും നടത്തി. പരിശീലകർക്കും ബ്രിജ്ഭൂഷണുമെതിരായ ആരോപണങ്ങളും പരാതികളും അന്വേഷിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ മേരികോം അധ്യക്ഷയായ 7 അംഗ സമിതിയെ നിയോഗിച്ചു. സമിതിയിൽ താരങ്ങൾ അസംതൃപ്തി അറിയിച്ചതോടെ ബബിത ഫോഗട്ടിനെയും അതിൽ ഉൾപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. കേന്ദ്ര കായിക മന്ത്രാലയം ഇടപെട്ടായിരുന്നു അന്ന് മധ്യസ്ഥ ചർച്ചകൾ നടത്തിയത്. ഒളിമ്പിക്സ് അസോസിയേഷൻ പോലും ഇടപെട്ടത് അതിനുശേഷമായിരുന്നു. 4 മാസത്തെ സമയമായിരുന്നു അന്വേഷണത്തിനായി സമിതിക്ക് നൽകിയത്. പിന്നീട് 2 ആഴ്ച കൂടി സമയം നീട്ടി നൽകുകയും ചെയ്തു. എന്നാൽ 3 മാസങ്ങൾക്കിപ്പുറവും സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരികയോ താരങ്ങളുടെ പരാതിയിൽ നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്തതോടെയാണ് സമരം പുനരാരംഭിച്ചത്. तो मैं आप लोगों की जानकारी के लिए बता दूं, हमारे पास आप देख सकते हैं सारे हिंदुस्तान का जो रेसलिंग का जो हब है वो यहाँ बैठा है, जो रेसलिंग की करीम है वो यहाँ बैठी है, वो अपने फ्यूचर के लिए लड़ रही है यहाँ पे आगे। और जो बोल रहे थे कि कोई सामने आ जाए तो मैं फांसी पे लटक जाऊंगा, जो अध्यक्ष जी ने हमारे ने एक बयान दिया था, पहले तो 1-2 लड़कियां थी, अब हमारे साथ 5 से 6 लड़कियां हैं विद प्रूफ है। तो ऐसी चीज नहीं कि हम झूठ बोल रहे हैं या कोई ऐसा ही, अगर सुनवाई नहीं होगी तो हम पुलिस का सहारा भी लेंगे, केस का सहारा भी लेंगे, केस करके हम आगे बढ़ेंगे। हमारा मकसद यही है, हमारी कुश्ती को दोबारा से जीवित करवाना है। പലരും മത്സരങ്ങളും അന്താരാഷ്ട്ര പരിശീലനവും ഒഴിവാക്കിയാണ് ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാനായി ഒത്തുചേർന്നത്. നിലവിലെ ഗുസ്തി ഫെഡറേഷൻ ഭരണ സംവിധാനവുമായി ഒരു തരത്തിലും ഒത്തുപോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് സ്വന്തം കായിക ഭാവി പോലും പ്രതിസന്ധിയിലായാലും സമരരംഗത്ത് തുടരാൻ ഗുസ്തി താരങ്ങളെ പ്രേരിപ്പിച്ചത്. जी देखिए, जो पिछली बार हमने जो सरकार ने हमारे को आश्वासन दिया, जैसे कि प्रेस कॉन्फ्रेंस की थी खेल स्पोर्ट्स मिनिस्टर ने भी, तो जी हम तो इतना पॉलिटिक्स से हमारा इतना जो है ताल्लुक रहा नहीं है, तो हमने तो सरकार पे विश्वास करके हम तो उठ के चले गए। तो लेकिन पीछे से क्या हुआ, क्या कमेटी की बात हुई सरकार से, क्या स्पोर्ट्स मिनिस्ट्री की बात हुई कमेटी से, हमारे को कुछ नॉलेज नहीं है। हमने अपना कमेटी के सामने अपना पूरा जो सत्य है वो अपना फैक्ट के साथ बता दिया था। लेकिन पीछे से अब हमारे को ये पता चला है कि भैया उसने तो फेडरेशन ने अपना काम भी वापस से स्टार्ट कर दिया है और अपने कार्य क्षेत्र में अपने ही कॉलेज में नेशनल्स भी करवा लिया और हमारे उसको क्लीन चिट दी जा रही है और उल्टा हमारे को ये कहा जा रहा है कि हम झूठे थे, हमने झूठे आरोप लगाए। तो हमारे पास अब दुनिया के सामने सच लाने का कोई और ऑप्शन बचा नहीं था, तो इसीलिए हमारे को दोबारा यहाँ आना पड़ा। 12 വർഷമായി ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തിരിക്കുന്നയാളാണ് ബ്രിജ്ഭൂഷൺ. അതിനാൽ തന്നെ സംഘടനയിൽ ബ്രിജ്ഭൂഷണുള്ള അധികാരവും സ്വാധീനവും വലുതാണ്. വർഷങ്ങളായി ഒരു സംഘടനയുടെ ചുക്കാൻ നിയന്ത്രിക്കുന്ന വ്യക്തിക്കെതിരെ ഒറ്റയ്ക്കുള്ള പോരാട്ടം ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാകണം അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ ബ്രിജ്ഭൂഷണെതിരെ രംഗത്ത് വന്നത്. ആ നീക്കം ഒരു തരത്തിൽ ബലം കാണുകയും ചെയ്തു. ഇന്ത്യയൊട്ടാകെ അഭിമാന താരങ്ങളുടെ പരാതികളും പരിവേദനകളും എല്ലാം കേട്ടു.
ഏകപക്ഷീയമായി നീങ്ങിക്കൊണ്ടിരുന്ന ഗുസ്തി ഫെഡറേഷനിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന് ലോകം വ്യക്തമായി അറിഞ്ഞത് അന്നാകണം. ലോക കായിക സംഘടനകൾ, അതിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷനും ലോക റെസ്ലിംഗ് ഫെഡറേഷനും അടക്കം ഇടപെട്ടിട്ടും കായിക താരങ്ങളോടുള്ള സമീപനം ശരിയല്ലെന്ന് ആവർത്തിച്ചിട്ടും ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷനും കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസുമെല്ലാം തുടരുന്ന കുറ്റകരമായ മൗനം ആരെ രക്ഷിക്കാനാണ്? ഗുസ്തി ഫെഡറേഷനും താരങ്ങളും രണ്ട് തട്ടിലായിട്ട് നാളുകളേറെയായി എന്നതാണ് യാഥാർത്ഥ്യം. മത്സരങ്ങളിൽ താരങ്ങൾ മെഡലുകൾ വാരുമ്പോഴും അധികാര കേന്ദ്രങ്ങളും താരങ്ങളും തമ്മിൽ അസ്വാരസ്യം ഉടലെടുത്തിരുന്നു. ഇത് പതിയെ മറന്നേക്ക് പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. 2021 ഏപ്രിലിൽ ഒളിമ്പിക്സിന് യോഗ്യത നേടാനുള്ള മത്സരത്തിനായി താഷ്കെൻഡിൽ പോകാൻ ഒരുങ്ങിയ അൻഷു മാലിക്, സോനം മാലിക് എന്നീ താരങ്ങൾ നേരിട്ടത് കായിക താരങ്ങൾ ഒരിക്കലും നേരിടാൻ പാടില്ലാത്ത സമ്മർദ്ദങ്ങളായിരുന്നു. മത്സരം ആരംഭിക്കുന്ന ദിവസം പുലർച്ചെ മാത്രമാണ് താരങ്ങൾക്ക് താഷ്കെൻഡിൽ എത്താൻ സാധിച്ചത്. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിലുണ്ടായ വീഴ്ചയായിരുന്നു മത്സരത്തിന് മുൻപുള്ള അവസാന നിമിഷങ്ങൾ വരെ താരങ്ങളെ സമ്മർദ്ദത്തിലാക്കിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ടിന്റെ വിദേശ കോച്ചിനും ഫിസിയോതെറാപ്പിസ്റ്റിനും റെസ്ലിംഗ് ഫെഡറേഷൻ അംഗീകാരം നൽകിയില്ല. ഇതോടെ ഇവർക്ക് ഗെയിംസ് വില്ലേജിൽ പ്രവേശിക്കാൻ പോലുമായില്ല. കോച്ചും ഫിസിയോയും ഇല്ലാതെയാണ് അന്ന് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. ഒളിമ്പിക്സിന് പിന്നാലെ 3 താരങ്ങൾക്കെതിരെ റെസ്ലിംഗ് ഫെഡറേഷൻ കാരണം കാണിക്കൽ നോട്ടീസും നൽകി. വിനേഷ് ഫോഗട്ട്, സോനം മാലിക്, ദിവ്യ സെയിൻ എന്നിവരായിരുന്നു അവർ. റെസ്ലിംഗ് ഫെഡറേഷനെ വിമർശിച്ചുകൊണ്ട് അച്ഛൻ വീഡിയോ പോസ്റ്റ് ചെയ്തതായിരുന്നു ദിവ്യ ചെയ്ത കുറ്റം. പിന്നാലെ വിദേശ കോച്ചുകളെയും WFI നിരോധിച്ചു. ബജ്രംഗ് പൂനിയ, വിനേഷ് ഫോഗട്ട്, രവി ദഹിയ, ദീപക് പൂനിയ തുടങ്ങിയ മുൻനിര താരങ്ങളെയാണ് ഈ തീരുമാനം ബാധിച്ചത്. ഇവിടെങ്ങും തീർന്നില്ല താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റെസ്ലിംഗ് ഫെഡറേഷന്റെ നടപടികൾ. ഇതിലെങ്ങും പരസ്യപ്രതികരണത്തിനോ സമരത്തിനോ തയ്യാറാകാതെ ഫെഡറേഷൻ നിർദ്ദേശ രീതിയിൽ പരിശീലനം തുടർന്ന താരങ്ങൾ ബ്രിജ്ഭൂഷണെതിരെ പ്രായപൂർത്തിയാകാത്ത താരത്തിന് നേരെയും മറ്റുള്ളവർക്ക് നേരെയും ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം ഉയർത്തുമ്പോൾ അത് പകപോക്കലായി കാണണമോ അതോ ഒടുവിൽ പ്രതികരിക്കാനായി ലഭിച്ച അവസരമായി കാണണമോ? हमारा कैरियर तो वो खत्म कर ही रहे थे, हर लड़की का कैरियर खत्म कर रहे थे. यूपी की कुश्ती उन्होंने लड़कियों की खत्म कर डाली. ये शोषण के कारण ये कुश्ती खत्म हुई है, कोई रीजन नहीं है यूपी की आज महिला की रेसलिंग जो खत्म हो गई है. अब वो पीछे पड़े हैं महाराष्ट्र की लड़कियों के. आज मेरे पास केरला से भी फोन आए हैं, लड़कियां खुश हैं कि मैंने आवाज उठाई है. वो मुझे बधाई दे रही हैं कि दीदी पीछे मत हटना, हम आप सबके साथ खड़े हैं, इसी हौसले के साथ आप लगे रहना. आप सोचिए कि जहां केरला में कुश्ती का कोई नामो निशान भी, अगर आप देखोगे कि नेशनल में पार्टिसिपेशन होता है, किसी लड़की का किसी लड़के का मेडल आता है तो उनके लिए एक ओलंपिक के मेडल के सम्मान एक जीत होती है. अगर वो लड़कियां भी अगर शोषण का शिकार हुई तो आप देख लीजिए कि ये लोग कहां तक फैले हुए हैं. कल को अगर कुछ भी अगर हमारी सुनवाई नहीं होती है जल्दी से जल्दी, क्योंकि हमारे पास मैं बता रही हूँ कि एक खिलाड़ी के लिए 1 दिन लाख दिन के बराबर होता है. हमारा ओलंपिक्स भी आ रहा है, सभी जितने भी खिलाड़ी हैं हम सब यहाँ पे ओलंपिक्स में खेलने वाले खिलाड़ी हैं. हमने कोई यहाँ गेम छोड़ के आए नहीं हैं, हम अपनी पहलवानी को छोड़ के आए हैं, अपनी रोजी रोटी को छोड़ के आए हैं, अपने परिवार को खतरे में छोड़ के इधर बैठे हैं. हम कल FIR भी लॉन्च करवाएंगे, एक नहीं कम से कम 5-6 लड़कियां जो भी हैं वो सब FIR करवाएंगी और हम लीगली कोर्ट के थ्रू जाएंगे. लेकिन वो दिन जब आएगा इतिहास के काले पन्नों में दर्ज होगा, मैं ये एक दावे के साथ बोल सकती हूँ. और हिंदुस्तान में ये होगा, मैं बड़े शर्म के साथ मैं वो बोलना चाहूंगी कि हिंदुस्तान जैसे देश में अगर हम जैसी लड़कियों के साथ ऐसे होगा तो हिंदुस्तान में मैं सोच रही हूँ कि हिंदुस्तान में कोई भी नॉर्मल महिला किसी भी जगह पे सुरक्षित नहीं है. मैं ये एक विश्वास के साथ कल को बोल पाऊंगी कि इस देश में एक बेटी पैदा नहीं होनी चाहिए. लेकिन आपने महिलाओं का अपमान किया है, क्यों नहीं करे ऐसा? जब ये मेडल आएगा तो हमने इनका सम्मान किया है. What I feel, our feeling is that now for this sex harassment, all those things, IOA is having a committee of athletic commission here. Instead of going to the street and doing all those things, they could have come to us earlier itself, but they have not at all come to IOA also. But still, because all those things from government and thing, वो लोगों को पहले थोड़ा तो डिसिप्लिन तो होना चाहिए, है ना? तो they should come to us earlier if they have a real problem. Instead of coming to us, they have gone straight away to street. No, it is not good for the sports, not only for the rest. ഒരു വനിതാ അത്ലറ്റ് ആയിരുന്ന PT ഉഷയുടെ ഈ പ്രതികരണം പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഒരിക്കൽ ഇതേ ആവശ്യവുമായി താരങ്ങൾ ഒളിമ്പിക്സ് അസോസിയേഷന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയല്ലേ താരങ്ങൾ ആദ്യം സമരത്തിനിറങ്ങിയത്. അവിടെയും അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ വരുമ്പോൾ സമരമല്ലാതെ മറ്റെന്ത് മാർഗമാണ് അവർക്ക് മുന്നിലുള്ളത്? ഒളിമ്പിക്സിലടക്കം ഇന്ത്യക്ക് അഭിമാനം നൽകിയ താരങ്ങൾക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളിൽ നടപടിയെടുക്കാത്തതാണോ ഇന്ത്യയുടെയും കായിക രംഗത്തിന്റെയും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നത്? അതോ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവത്തിൽ അവർ നടപടി ആവശ്യപ്പെടുന്നതാണോ? ഇന്ത്യയുടെ അഭിമാന താരത്തിന് ഒളിമ്പിക്സ് അസോസിയേഷന്റെ തലപ്പത്തെത്തിയപ്പോൾ
കായിക താരങ്ങളോടും അവരുയർത്തുന്ന പ്രതിഷേധത്തോടും പുച്ഛമാണോ എന്ന ചോദ്യവും ഉയർന്നു. വിമർശനം ശക്തമായതോടെ പി.ടി. ഉഷ സമരസ്ഥലത്തെത്തി ഗുസ്തി താരങ്ങളെ കണ്ടു. അവിടുന്ന് ഇങ്ങോട്ട് പി.ടി. ഉഷ എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച അത്ലറ്റ് പുലർത്തുന്ന മൗനവും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ये बात सुन के बहुत दुख हुआ क्योंकि एक महिला खिलाड़ी हो के वो महिला खिलाड़ियों की नहीं सुन रहे हैं. हम बचपन से उनको फॉलो करते आए हैं, कहीं ना कहीं उनसे इंस्पायर्ड भी हुए हैं कि उन्होंने देश के लिए इतना अच्छा किया है और हमें उनसे प्रेरणा भी मिली है. लेकिन एक महिला हो के अगर वो ये बात बोल सकते हैं ना तो मतलब कहाँ डिसिप्लिन कर दिया. हम तो शांति से यहाँ बैठे हैं और हम बैठते भी नहीं यहाँ अगर हमारी सुनवाई हो जाती तो. 3 महीने वेट करने के बाद भी सुनवाई नहीं हुई, इसीलिए हमें ये मजबूरन करना पड़ रहा है. पीटी उषा जी का ऐसे बोलना, जिनको हम खुद इतना बड़ा आइकॉन मानते थे, पीटी उषा जी, मिल्खा सिंह, इनको हम की अरे मतलब खिलाड़ी हो तो ऐसे हो, देश जाने तो ऐसे जाने. उनका ऐसे बोलना महिलाओं के प्रति बिल्कुल भी सेंसिटिव नहीं होना. और रही पीटी उषा मैम की बात, मैंने उनको पर्सनली फ़ोन भी किया था कि मैं अपना दर्द साझा कर सकूँ कि मैम देखो ऐसे ऐसे बात है, लेकिन उन्होंने फ़ोन भी पिक नहीं किया. तो अभी उनका ऐसा बोलना, 3 महीने से हम वेट कर रहे हैं, सब्र का जब इम्तिहान ख़त्म हो गया, 3 महीने से क्या हमें न्याय नहीं मिला. अगर पीटी उषा मैम के साथ कुछ ऐसा हुआ होता तो क्या वो इतना लंबा वेट कर लेते? उनको खुद से पूछना चाहिए, शायद उनकी आत्मा से कुछ जवाब निकले. और हमें नहीं पता वो उनके ही जुबान है या उनके ऊपर भी कोई प्रेशर ही है बोलने का, क्योंकि और वो जब IOA में खुद प्रेसिडेंट हैं, वो जब खुद मीडिया के सामने आके रो रही हैं कि मेरी एकेडमी को तोड़ा जा रहा है, जब वो खुद के साथ ही न्याय नहीं कर सकते हैं तो हम क्या उम्मीद करें उनसे. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന പി.ടി. ഉഷ മാത്രമല്ല, കഴിഞ്ഞ 1.5 മാസമായി നീതിക്ക് വേണ്ടി നടത്തുന്ന ഈ സമരത്തിൽ നമ്മുടെ സൂപ്പർ കായിക താരങ്ങളടക്കം പലർക്കും ശബ്ദം നഷ്ടപ്പെട്ടു എന്നത് ഖേദകരമാണ്. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് താരങ്ങൾക്ക് ആശ്വാസം ലഭിച്ചത്. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിജ്ഭൂഷണെതിരെ ഡൽഹി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. എന്തുകൊണ്ട് ഒരു FIR ഇടാൻ ഇത്ര കാലതാമസമുണ്ടായി എന്ന ചോദ്യത്തിന് പരാതിയിൽ അന്വേഷണം നടത്തണമായിരുന്നു എന്ന പൊള്ളയായ കാരണം മാത്രമാണ് പോലീസിന് സോളിസിറ്റർ ജനറലിനും കോടതിക്ക് മുന്നിൽ നിരത്താനായത്. പരാതിയിൽ മേൽനോട്ടമുണ്ടാകുമെന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത് താരങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെയാണ്. ഗുസ്തി താരങ്ങളുടെ സമരം തികച്ചും ന്യായമാണ്. അവർക്ക് നീതി ലഭിക്കേണ്ടതാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ് അനാവശ്യമായ പിടിവാശി പിടിക്കുകയാണ്. അവർ ആരെയൊക്കെ സംരക്ഷിക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. ഈ കോലാഹലങ്ങൾക്കെല്ലാം കാരണക്കാരനായ ഈ സംഭവത്തിലെ വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്ന ബ്രിജ്ഭൂഷൺ ഇപ്പോഴും ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്ത് തുടരുകയാണ്. ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ ഒരു FIR എടുത്തതല്ലാതെ ഒരു നടപടിയും ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നറിയുമ്പോഴാണ് ആരാണ് ബ്രിജ്ഭൂഷൺ എന്ന ചോദ്യം ഉയരുന്നത്. നിലവിലുള്ള ഓരോ സ്പോർട്സ് താരങ്ങളും അവർ രാജ്യത്തിന് നേടിക്കൊണ്ടിരിക്കുന്ന ഓരോ റെക്കോർഡുകളും ഇന്ത്യക്ക് അഭിമാനമാണ്. അത് നമ്മുടെ സ്റ്റേറ്റ് സ്പോർട്സ് താരങ്ങളാണെങ്കിലും നാഷണൽ താരങ്ങളാണെങ്കിലും അവർ കൊണ്ടുവരുന്ന അംഗീകാരങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ എന്ന പദവിക്കപ്പുറം എന്താണ് അയാളുടെ സ്വാധീനം? അയാളെ തൊടാൻ പോലീസ് മടിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നും വിവാദങ്ങളുടെ തോഴനായ ഒരു രാഷ്ട്രീയക്കാരൻ. 92-ൽ ബാബറി മസ്ജിദ് തകർത്ത കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്നു ബ്രിജ്ഭൂഷൺ. പിന്നീട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ദാവൂദ് ഇബ്രാഹിമിനെ സഹായിച്ചു എന്ന കുറ്റം ചുമത്തി ടാഡ നിയമപ്രകാരം ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിലും തെളിവില്ലെന്ന കാരണത്താൽ കോടതി ഭൂഷണെ വെറുതെ വിട്ടിരുന്നു. കഴിഞ്ഞ 10 വർഷമായി റെസ്ലിംഗ് ഫെഡറേഷന്റെ അവസാന വാക്ക് ബ്രിജ്ഭൂഷന്റേതാണ്. ശക്തിശാലി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇദ്ദേഹം വർഷങ്ങളായി പാർലമെന്റ് അംഗം കൂടിയാണ്. ഹിന്ദുത്വവാദത്തിന്റെ കടുത്ത വക്താവ്. ഇടയ്ക്ക് BJP വിട്ട് സമാജ്വാദി പാർട്ടിയിലെത്തിയെങ്കിലും തിരിച്ച് BJPയിൽ തന്നെ എത്തി. വലിയ പ്രതിഷേധമുയർന്നിട്ടും BJPയോ കേന്ദ്ര സർക്കാരോ ഇതുവരെ ബ്രിജ്ഭൂഷണെ തള്ളിപ്പറയാത്തത് അദ്ദേഹത്തിന്റെ തീവ്ര നിലപാടുകളും സ്വാധീനവും കൊണ്ടാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. താരങ്ങളുടെ നമ്മുടെ നാട്ടിൻ്റെ മോശമായ, കാരണം അവരെ കൊണ്ടാണല്ലോ നമ്മൾ പല രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത്. ഒളിമ്പിക്സും മറ്റ് അങ്ങനെയുള്ള സ്പോർട്സ് രീതികളിൽ അറിയപ്പെടുന്ന താരങ്ങൾക്കെതിരായിട്ട് നീതികേട് വരുമ്പോഴത്തേക്ക് അതിനെ നടപ്പിലാക്കേണ്ടത് നമ്മളുടെ ഒരു ആവേശമാണ്. അത് ഏതൊരു വലിയ മനുഷ്യനായാലും നമ്മൾ അവർക്കെതിരെ നടപടി എടുക്കുകയും അതിനുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുമാണ്. രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ നീതിക്കായുള്ള സമരത്തിന്റെ പുതിയ ഘട്ടം പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇത്രയുമൊക്കെ ആയിട്ടും ഇവർക്ക് അനുകൂലമായി മറ്റ് കായിക മേഖലകളിൽ നിന്ന് ശബ്ദങ്ങൾ ഉയരാത്തതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അനിൽ കുംബ്ലെ അടക്കം ചുരുക്കം ചിലർ മാത്രമാണ് ഗുസ്തി താരങ്ങൾക്ക് അനുകൂലമായി പരസ്യമായി രംഗത്തെത്തിയത്.
ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വീടിന് മുന്നിൽ വലിയ ബാനർ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് വിഷയത്തിലെ സച്ചിന്റെ മൗനത്തെ ചോദ്യം ചെയ്തത്. ബംഗാളിൽ മാർച്ച് നടത്തി മുഖ്യമന്ത്രി മമതാ ബാനർജി ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷത്തെ മറ്റ് പല പാർട്ടികളും ഇപ്പോഴും മൗനം തുടരുകയാണ്. അധികാരവും ഭരണ സംവിധാനങ്ങളും ഡൽഹി പോലീസുമൊക്കെ ചേർന്നൊരുക്കിയ ഈ അനീതിയുടെ ഗോതയിൽ അഭിമാന താരങ്ങളെന്ന് രാജ്യം വിശേഷിപ്പിക്കുന്ന ഈ പോരാളികൾ ഇനി എത്ര നാളുകൾ പോരാടണം? കായിക ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ ആ ചരിത്രത്തിൽ ഇവർ നേടിയ മെഡലുകൾക്കൊപ്പം തന്നെ നീതിക്ക് വേണ്ടിയുള്ള ഇവരുടെ സമരവും ഇടം പിടിക്കുമെന്ന ഉറപ്പാണ്. പേര് കിട്ടുമ്പോഴും മെഡൽ കിട്ടുമ്പോഴും മാത്രമേ അവർ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു അവഗണന ശരിയല്ല. രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് കിടന്ന് മെഡൽ നേടി ഇപ്പൊ അവളാണ് തലയിട്ട് വലിച്ചടിക്കുന്നത്. ഇതിവിടെ എന്താണ് നടക്കണതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അവർ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു ഇതാണ്. അത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണല്ല. അവർ സ്വന്തമായിട്ട് പേരെടുക്കാൻ വേണ്ടിയോ അതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല. ആ ഒരു ഇത് പറ്റി അവരെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഈ കാണിക്കുന്ന പാർട്ടിക്കാരന്മാരെല്ലാം ആരായാലും ഇങ്ങനത്തെ പൊക്കത്തരം കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നതല്ല. ഈ പ്രതികരിക്കുന്നതിനെതിരെ പറ്റി അവർ ആ സ്ത്രീയെ വലിച്ചു വെച്ച് റോഡിൽ കൂടെ എല്ലാവരും ഫ്രണ്ടിയിട്ട് വലിച്ചു വെച്ച് അവർ ഉണ്ടാക്കിയത് കളഞ്ഞു. അതിനോട് ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല.